അങ്ങനെ നമ്മുടെ നീതു സുഭാഷേട്ടനെ കണ്ടിട്ട് പറയുന്നുണ്ട്, സുഭാഷേട്ടൻ കല്യാണം കഴിക്കാതെ ഒരിക്കലും ഹരീഷ് എന്നെ കല്യാണം കഴിക്കില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സുഭാഷേട്ടൻ ഒരു കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സുഭാഷേട്ടൻ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. എന്തായാലും സുഭാഷേട്ടൻ വേഗം ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. എന്നാലെങ്കിലും ഹരീഷ് കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിക്കട്ടെ. എന്തായാലും ഒരു രണ്ടാം കല്യാണം കയർത്തിയാണ് നമ്മുടെ സുഭാഷേട്ടൻ കല്യാണം തീരുമാനിക്കുന്നത്. ആ പെൺകുട്ടി വന്ന് ചോദിക്കുന്നുണ്ട് എന്നെ ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ സുഭാഷേട്ടൻ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ ഒന്നും ഇഷ്ടമാവില്ല, കാരണം എന്ത് അവളുടെ സെക്കൻഡ് മാരേജ് ആവുകൊണ്ട് ആർക്കും ഇഷ്ടപ്പെടില്ല. എന്തായാലും നമ്മൾ നീതി പറയുന്നത് സുഭാഷേട്ടൻ ഇത് കല്യാണം കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ കഴിക്കുകയാണ് മോളെ, എനിക്ക് സമ്മതമാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ പെണ്ണ് വീടും പരിസരമൊക്കെ കാണാൻ വരില്ല. ആ സമയത്ത് നമ്മുടെ ഹരീഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പെൺകുട്ടിയുടെ ഏടത്തിയാണോ അത് ചേച്ചിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ തന്നെ പെൺകുട്ടി എന്ന് പറയുന്നുണ്ട്, കാരണം ഒരുപാട് പ്രായമുള്ള ഒരു സ്ത്രീനെയാണ് നമ്മൾ സുഭാഷേട്ടൻ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മളെല്ലാവർക്കും സങ്കടം വരുന്നുണ്ട്. എന്തായാലും ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, ഒരു കല്യാണ പെണ്ണാണോ ഇവിടേക്ക് വീട് കാണാൻ വരുന്നത്, ഇങ്ങനെ ഒരു ചടങ്ങ് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഭാസ്കരൻ പറയുന്നുണ്ട് നമ്മുടെ സുഭാഷിനോട് പറയുന്നുണ്ട്, നീ വേണ്ട, നീ കുണ്ടിലേക്ക് ചാടണ്ട, ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷേട്ടൻ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, ഹരീഷും നീതും എത്രയും പെട്ടെന്ന് ഒന്നിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷും നികേഷും കൂടി പോയിട്ട് ആ പെൺകുട്ടിയെ ഹോട്ടലിൽ പോയി കണ്ടിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ സുധീഷിനും നിധിനാണെങ്കിൽ ഒട്ടും ഇഷ്ടമാവില്ല. എന്തായാലും നമ്മുടെ സുഭാഷേട്ടൻ്റെ കല്യാണം നമ്മുടെ നിധിയും സുധീഷും കൂടി മുടക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കണത്.